السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് മാനവകുലത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 116 വചനത്തിൻ്റെ വിശദീകരണത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഖലീഫത്തുള്ള പറയുന്നു, നിങ്ങളുടെ മുഖം നിങ്ങൾ എങ്ങോട്ട് തിരിച്ചാലും അള്ളാഹുവിനെ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഒന്നുമില്ല. പ്രപഞ്ചത്തിൽ അഖിലത്തിലും നിറഞ്ഞു നിൽക്കുന്ന സത്യസ്വരൂപനായ അള്ളാഹുവാണ്. അത് സംബന്ധമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു, അള്ളാഹ് ഹിംസെൽഫ് ബ്രിങ്സ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പകലും ഈ രാത്രിയും എങ്ങനെയാ വരുന്നതെന്ന്? അള്ളാഹ് ഹിംസെൽഫ് ബ്രിങ്സ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. ഈ പ്രകാശവും ഈ ഇരുട്ടുമൊക്കെ അവൻ സ്വയം കൊണ്ടുവരുന്നതാണ്. എത്ര മനോഹരമായ ഒരു പ്രസ്താവനയാണ്. ഇതിൽ മാനവന് ഒരു കൈകടത്തലുമില്ല, സാധ്യമല്ല. അവൻ അവൻ്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പര്യാപ്തമായ നിലയിൽ ഒരു 10-12 മണിക്കൂർ പകലും ബാക്കിയുള്ള സമയം വിശ്രമത്തിനായിട്ട് രാത്രിയും അവൻ സൃഷ്ടിച്ചു. എന്നിട്ട് അവനത് കൊണ്ടുവരികയാണ് ദിവസവും. ഈ കറണ്ടൊക്കെ നമുക്ക് ദിവസവും അതിന് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിച്ച് എല്ലാം കറക്റ്റാക്കി വെച്ചിരുന്നാലാണ് നമ്മൾ സ്വിച്ച് അടിക്കുമ്പോൾ നമുക്ക് ഈ പ്രകാശം കിട്ടുന്നത്. അത് വെച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിനാകെ വെളിച്ചം നൽകുന്നതിന് എത്ര രൂപ അടയ്ക്കേണ്ടി വരും? നമുക്ക് ചില സമയത്ത് ഇച്ചിരി ഈ പ്രകാശം കിട്ടാനും അല്ലെങ്കിൽ ഇച്ചിരി ഊർജം ലഭിക്കാനും വേണ്ടി. അപ്പോൾ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്രോതസ്സുകൾ എത്ര വളരെ വലുതാണ്. അവൻ്റെ ഏതെല്ലാം നമുക്കറിയാവുന്നതും അറിയപ്പെടാത്തതുമായ സൃഷ്ടികൾ അഖിലത്തിനും പര്യാപ്തമായ നിലയിൽ അവൻ രാവും പകലും സൃഷ്ടിച്ചിരിക്കുന്നു, പ്രകാശവും ഇരുട്ടും സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലാഹ് ഹിംസെൽഫ് ബ്രിങ്സ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. അപ്പോൾ നമ്മൾ ഈ പകലൊക്കെ പോയി അധ്വാനിച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അധ്യാപകരൊക്കെ പോയി അങ്ങനെ ജോലി ചെയ്യുന്നു, കച്ചവടക്കാരൊക്കെ അങ്ങനെ, കൃഷിക്കാരൊക്കെ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ജീവിതവൃത്തിക്ക് വേണ്ടിയാണ് ഈ പ്രഭാതം, ഈ പ്രകാശം, ഈ പകൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ബോധപൂർവം ബുദ്ധിപൂർവം വേണ്ടതുപോലെ ഉപയോഗിച്ചു കൊള്ളണം. ഇത് ആ നിലയിൽ അല്ലാഹു തആല ഈ പ്രകാശത്തെയും ഈ ഇരുട്ടിനെയും കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 24 മണിക്കൂറാണ് പകലെങ്കിൽ ജീവിതം അതിൻ്റേതായ നിലയിൽ ദുസ്സഹമാകും. അതിനനുസരിച്ച് പിന്നെ 3 മാസം 6 മാസമൊക്കെ ഇരുട്ടും ബാക്കിയുള്ള പകലുമൊക്കെ ആയാൽ
അതൊക്കെ അതും ദൃഷ്ടാന്തമായിട്ട് ചില പ്രദേശങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹു ചെയ്ത അവൻ കൊണ്ടുവരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഈ പകലും രാത്രിയും. അത് അവൻ തന്നെയാണ് ഈ കൊണ്ടുവരുന്നത്. എന്നാൽ ഇപ്പം പകൽ വേണ്ട രാത്രിയാക്കാം, അല്ലെ രാത്രി വേണ്ട പകലാക്കാം എന്നൊന്നും വിചാരിച്ചാൽ ഇവിടെ ഒരു സൃഷ്ടിക്കും അത് സാധിക്കുകയില്ല. അള്ളാഹ് ക്രിയേറ്റഡ് ദ സൺ ആൻഡ് ദ മൂൺ. ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു, അള്ളാഹു താല സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു ഫോർ ദ വെൽബീയിങ് ഓഫ് മാൻ. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അവൻ്റെ സുഖകരമായ ജീവിതത്തിന് വേണ്ടി അവൻ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ സൂര്യനെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രനെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രകാശവും ഇരുട്ടുമൊക്കെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് അവനെ സ്മരിക്കാതിരിക്കുന്നത്? അവൻ്റെ കൽപ്പനകൾ തെറ്റി നമുക്ക് നടക്കാൻ കഴിയുന്നത്? സുജൂദും റുക്കുവും മാത്രമല്ല, നമസ്കാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അതുപോലെയുള്ള 699 ശ്രേഷ്ഠമായ ഇബാദത്തുകളും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതെല്ലാം അക്ഷരത്തിനക്ഷരമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിശ്വാസ പട്ടികയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സൂര്യനും ചന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഹി ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ ഗ്രേസ് ഫ്രം അല്ലാഹ്. നന്ദി കെട്ട മനുഷ്യൻ പക്ഷേ അവൻ അംഗീകരിക്കുന്നില്ല, അവൻ മനസ്സിലാക്കുന്നില്ല. ഹി ഡസ് നോട്ട് റെക്കഗ്നൈസ് ദിസ് ഗ്രേസ് ഫ്രം അല്ലാഹ്. ഇത് അള്ളാഹുവിൽ നിന്ന് അവൻ നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അവൻ ഈ ഭൂതലത്തിൽ കിടന്ന് ഓടുകയാണ്, എങ്ങോട്ടൊന്നുമില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഓടുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. പക്ഷേ ഈ അനുഗ്രഹത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നില്ല. നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? ഇത് ഇങ്ങനെ നൽകിയില്ലായിരുന്നെങ്കിൽ അപ്പോൾ അവൻ്റെ മഹത്വം എല്ലായിടത്തും തിളങ്ങണം, വിളങ്ങണം, ഉച്ചത്തിൽ മുഴങ്ങണം. He does not recognize this grace from Allah. This verse points out, അതുപോലെ ഈ വചനം നമുക്ക് സൂചന നൽകുന്നത്, that in everything we see, നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ, in this world, ഈ ലോകത്ത് നാം കൺ തുറന്നു നോക്കുമ്പോൾ എന്ത് കാണുന്നുണ്ടോ, ഇനി കണ്ണ് തുറക്കാതെ നമ്മൾ ചിന്തിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടോ, വിചാരിച്ചെന്തെങ്കിലും കാണുന്നുണ്ടോ? നമ്മുടെ വികാരങ്ങളും ചിന്തകളും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് അല്ലാഹു. അപ്പോൾ നിങ്ങൾ എന്ത് കാണുന്നുണ്ടോ ഈ ലോകത്ത്, വി സീ ദ പ്രസൻസ് ഓഫ് അല്ലാഹ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവിടെ കാണാം. അള്ളാഹുവിനെ മറച്ചു വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ സൃഷ്ടികളെയൊക്കെ നിങ്ങൾക്ക് മറച്ചു വയ്ക്കാം, പക്ഷേ അള്ളാഹുവിനെ മറച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം അവൻ എല്ലായിടത്തും ഉണ്ട്. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ പ്രസൻസ് ഇൻ എവരിവെയർ. അവൻ്റെ സാന്നിധ്യം, അള്ളാഹുവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും, എല്ലാത്തിലും നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. തിദർ ഈസ് ദ ഫേസ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ മുഖം അവിടെയുണ്ട്. നിങ്ങൾ എങ്ങോട്ടാണോ നിങ്ങളുടെ മുഖം തിരിക്കുന്നത് അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട് എന്ന് പറയുന്നത്. തിദർ ഈസ് ദ ഫേസ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ മുഖത്തെ അവിടെ കാണാം എന്ന് പറയുന്നത് ബൈ ദിസ് പാർട്ട് ഓഫ് ദ വേഴ്സ്, ഈ വചനത്തിലെ ഈ ഭാഗം, അല്ലാഹ് മീൻസ്, അള്ളാഹു താല അർത്ഥമാക്കുന്നത്, ടു സേ ദാറ്റ് ദ വൺസ് ടു റെക്കഗ്നൈസ് ദാറ്റ് അല്ലാഹ് ഈസ് ബിഹൈൻഡ് ഓൾ ദീസ് ക്രിയേഷൻസ്. ഈ എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ അള്ളാഹുവിൻ്റെ കരങ്ങളാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ, ആൻഡ് സബ്മിറ്റ് ടു ഹിം, അവന് ആയി സകലതും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ, ഇൻ ആൾ ഹ്യൂമിലിറ്റി, അങ്ങേയറ്റം വിനയത്തോടെ, ഇത് അള്ളാഹുവിൻ്റേതാണ്, ഇതെൻ്റേതൊന്നുമില്ല, ഈ കാണുന്നത് മുഴുവൻ അവൻ്റേത് മാത്രമാണ് എന്ന് പറഞ്ഞ് ആ വിനയത്തോടെ നിങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ,
ഹി ഷാൽ കം ക്ലോസ് ടു അള്ളാഹ്. അവനങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പതിയെ മെല്ലെ നടന്നെടുക്കുകയാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റേതാണ്, അവൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ വെറും ഗാർഡിയൻസ് മാത്രമാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു തൽക്കാലം, ഒരു ഷോർട്ട് പീരീഡിൽ. അത് കഴിയുമ്പോൾ നമ്മൾ പോവുകയാണ്. പക്ഷേ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ വസ്തു അങ്ങേ അറ്റത്തെ ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം നമ്മളത് സൂക്ഷിക്കേണ്ടത്. നമുക്ക് തോന്നുന്നത് പോലെ ആയിരിക്കരുത് ആ വസ്തു സൂക്ഷിക്കേണ്ടത്. അതിൻ്റെ ഉടമസ്ഥൻ എങ്ങനെയാണോ അതിനെ സംരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും പറഞ്ഞത്, അതനുസരിച്ച് നമ്മൾ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും വേണം. നമുക്ക് തോന്നുന്നത് പോലെ തോന്നുംപടി ചെയ്യുന്നതൊന്നും സൂക്ഷ്മതയല്ല, അതൊക്കെ അഹങ്കാരവും അഹംഭാവവുമാണ്. അങ്ങനെ സൂക്ഷ്മതയില്ലാത്ത ഒരു ജീവിതമാണ് ഈ ഭൂതലത്തിൽ മനുഷ്യൻ നയിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരോടും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസൂലൻ റഇയതിഹി. നിങ്ങളെല്ലാവരും സൂക്ഷിപ്പുകാരാണ്. ആട്ടിടയന്മാരെന്നാണ് അതിന് മലയാള അർത്ഥം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു സൂക്ഷ്മാവലോകനം ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞങ്ങ് വിടരുത്. എന്തിനാണ് ഈ ഓഫീസ് മേധാവിയെ വെച്ചിരിക്കുന്നത്, അസിസ്റ്റൻറ്റുകളെ വെച്ചിരിക്കുന്നത്, സെക്യൂരിറ്റിയെ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവിടെ അഴിമതി, കൊള്ള, ചതി, വഞ്ചന എല്ലാ കാര്യങ്ങളും നടക്കും. കാരണം മനുഷ്യനാണ്, അവനെ എപ്പോഴും അവൻ്റെ ആത്മാവ് ദോഷപ്രവണതമായ ആത്മാവാണ്. ആ ദോഷം ചെയ്യാനും തട്ടിക്കാനും വെട്ടിക്കാനും അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവനത് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് വേണ്ടതുപോലെ അതിൻ്റെ മേലധികാരി നോക്കിക്കണ്ടില്ല എങ്കിൽ ആ ഓഫീസും ആ പ്രസ്ഥാനവും എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോവും. അപ്പോൾ അവിടെ കുഴപ്പമോ മറ്റിതോ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മേലധികാരി അത് വേണ്ടതുപോലെ കൈകാര്യം. ഇതുപോലെ അല്ലാഹു തആലയുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഈ ആകാശം, ഈ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, സകലതും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന് അവൻ സസൂക്ഷ്മം കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആലയുമായി ഇങ്ങനെ ഒരു ബന്ധം ഏത് സമയത്തും എപ്പോഴും അവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം റൈറ്റായിട്ട് തന്നെ എനിക്ക് ചെയ്യണമെന്നുള്ള ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മെല്ലെ അടുക്കുകയാണ്. അടുത്താൽ അത് പിന്നെ അവൻ അതിനേക്കാൾ അല്ലാഹ് ഈസ് ക്ലോസർ മോർ ദാൻ ദാറ്റ് ടു ഹിം. നമ്മൾ എത്രത്തോളം അടുക്കാൻ അങ്ങോട്ട് ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ക്ലോസ് ആയിട്ട് അല്ലാഹു തആല നമ്മുടെ അടുത്ത് ഉണ്ട്. അവൻ ഒരേ സമയത്ത് തന്നെ അവൻ അടുത്ത് നിൽക്കുവാനും ഏറ്റവും അകലത്തിൽ നിൽക്കുവാനും കഴിവുള്ള മോസ്റ്റ് പവർഫുൾ ബീയിങ് ആണ് അല്ലാഹു തആല. അള്ളാഹെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സിഫത്തുകളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. 10-14 മിനിറ്റോളമാകുന്നു. അതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണം ഇനിയും ബാക്കി ഭാഗങ്ങൾ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് തുടരാം. ആയതിനാൽ അള്ളാഹുവിനെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതാണ്. അവനോടുള്ള ഉത്തരവാദിത്വം 700 കൽപ്പനകളിലൂടെ ഭൂമിയിൽ നിലനിർത്തുന്നു. സമസ്ത സൃഷ്ടികളോടും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, അയൽവാസികൾ, അങ്ങനെ ഈ ലോകത്തുള്ള സകല മനുഷ്യരും, അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ സകല ജീവജാലങ്ങളും, അതുപോലെ അവൻ്റെ സസ്യജാലങ്ങളായിട്ടുള്ള സകലതും, അവൻ ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് പുറപ്പെടുവിക്കുന്ന ജലം നമുക്ക് ലഭിക്കുമ്പോൾ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിലെ ജീവിതം സുസജ്ജമാക്കി തരുമ്പോൾ എല്ലാം അവൻ്റെ അനുഗ്രഹവും മഹത്വവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിപൂർവം അവൻ്റെ മാർഗത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്നത് എത്ര ആനന്ദകരം, എത്ര സൗഭാഗ്യകരം ഇവിടെയും മരണാനന്തര ജീവിതത്തിലും. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുക, നിങ്ങളുടെ സന്താനങ്ങളെ അപ്രകാരം തയ്യാറാക്കുക. അത്തരത്തിൽ
എങ്ങനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് ചോദിച്ചപ്പം ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കാന ഖുൽഖുൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത് നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഒരാളിനെ വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇത് മുറുകെ പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരെവിടുന്ന് എങ്ങനെയൊക്കെ വന്നാലും ഖുർആനും അവൻ്റെ ചര്യയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് കാലത്തിൻ്റെ ഇമാം നമുക്ക് നൽകുന്ന ഈ ടോർച്ച് കെടാതെ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അവൻ്റെ മുമ്പിൽ നമ്രശിരസ്കരായി, അവൻ്റെ തൃപ്തിക്കായി, അവൻ്റെ അനുഗ്രഹത്തിനായി, അവൻ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുവാനുള്ള സൗഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് കൂടുതൽ ഹ്യൂമിലിറ്റി ഉണ്ടായി വരട്ടെ, വിനയമുണ്ടായി വരട്ടെ. നാം ഒന്നുമല്ല, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഗ്രേസാണെന്ന് തിരിച്ചറിയണം. ജസാക്കുമുല്ലാഹി അഹ്സൻ ജസാ. ഒരു പ്രഭാതം കൂടി അള്ളാഹു തആല നൽകിയാൽ ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.